ഹായ് ഓൾ, ഇന്ന് ഞങ്ങൾ ആരോഗ്യം ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറശ്ശിനിക്കടവ് അമ്പലത്തിൽ പോവാണ്. സോ അമ്മമാരെയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ 2 ദിവസം ലീവ് കിട്ടിയപ്പോഴാണ് പറശ്ശിനിക്കടവിലേക്ക് പുറപ്പെട്ടത്. വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അമ്പലത്തിൽ. എന്നാലും സ്ഥിരം ഉണ്ടാവുന്ന തിരക്ക് കൊട്ടിയൊരു സീസൺ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു തിരക്ക് ഉണ്ടായിരുന്നു. ചോറൂണിനാണെങ്കിൽ 40 രൂപയാണ് അവിടെ വന്നത്. അതുപോലെ തന്നെ അവിടെ സ്ട്രിക്റ്റ് നിയമങ്ങളൊന്നുമില്ല, മുണ്ടെടുക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. എൻ്റെ മൂപ്പരാണെങ്കിൽ പാൻറ് ഇട്ടിട്ടാണ് അവിടെ ഇരുന്നത്. അറിയാമല്ലോ, മുത്തപ്പൻ്റെ അമ്പലത്തിൽ അങ്ങനത്തെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചടങ്ങുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിനുശേഷം പിന്നെ നമ്മൾ 3 തവണയായിട്ട് മൂക്ക് ചോറ് കൊടുക്കുകയാണ് വേണ്ടത്. നടുവിരലിൽ പായസമാണ് അവിടെ ഉണ്ടാവുക, പായസമാണ് പിന്നെ മൂക്ക് കൊടുത്തത്. പിന്നെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ചോറ് കൊടുത്തു. ചിലരൊക്കെ ഒരുപാട് ഗ്രൂപ്പായിട്ടൊക്കെയാണ് വന്നത്. ഞങ്ങളാകെ 4 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു മൂക്ക് ഇവിടുന്ന് മുത്തപ്പൻ്റെ മണ്ഡപത്തിൽ ഒരു ചോറ് കൊടുക്കണം എന്നുള്ളത്. പക്ഷേ കുറേ കാരണങ്ങൾ കാരണം അതിങ്ങനെ വൈകിപ്പോയി. എൻ്റെ കാലിൻ്റെ പരിക്കും കാരണങ്ങളൊക്കെ ആയിട്ടാണ് ഇത് ഇത്രയും വൈകിയത്. ആരോഗ്യ നായക്കുട്ടികളൊന്നും അത്ര പേടിയില്ല. പക്ഷെ ഇവിടെ നായൻ്റെ പ്രതിമ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ചെറിയൊരു പേടിയുണ്ട് ആൾക്ക്. ഞാൻ അതിൻ്റെ അടുത്ത് വെച്ചപ്പോൾ നിങ്ങൾക്ക് കാണാം, അവൾ പേടിച്ചിട്ട് സത്യം പറഞ്ഞാൽ തിരിച്ച് എൻ്റെ അടുത്തേക്ക് തന്നെ വരികയാണ് ചെയ്തത്. വളരെ ചെറുപ്പത്തിൽ ഞാൻ പറശ്ശിനിക്കടവ് വന്നപ്പോൾ ചോറ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. വെറൊരു ചോറും പരിപ്പ് കറിയാണെങ്കിലും അതിനൊരു പ്രത്യേക സ്വാദായിരുന്നു അന്നൊക്കെ. ഇന്ന് ഏകദേശം ഒരു അരമണിക്കൂറോളം ഞങ്ങൾക്ക് ക്യൂ നിൽക്കേണ്ടി വന്നു. പെട്ടെന്ന് മൂവ് ചെയ്യുന്ന ക്യൂ ആയതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടുണ്ടായില്ല, വേഗം കഴിച്ചു വരാൻ സാധിച്ചു. പിന്നെ എല്ലാവരും പോയി നിന്ന് ഫോട്ടോ എടുക്കുന്ന അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ പുഴേൻ്റെ അവിടെ പോയി. പിന്നെ എൻ്റെ കെട്ടുവിൻ്റെ കഥ അറിയാമല്ലോ, എവിടെയൊക്കെ മീൻപിടുത്തക്കാരുണ്ടോ അവിടെ പോയി അന്നേരം പുള്ളി വായി നോക്കി നിൽക്കും. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ആ ചേട്ടൻ നോക്കിയപ്പോൾ സത്യം വന്നാൽ ഞാൻ ചമ്മിപ്പോയി കേട്ടോ. ഇയാളെ അവിടുന്ന് വലിച്ചു കൊണ്ടുവരാൻ വന്നത് വലിയൊരു ടാസ്ക് ആയിരുന്നു എൻ്റെ ദൈവമേ. പിന്നെ ഞങ്ങൾ ബോട്ടൊക്കെ നോക്കി കുറച്ച് നേരം ഇരുന്നു. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വരികയാണ്. എന്തായാലും ചോറൂണ് പരിപാടി ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ചോറൂണ് 4 മണി വരെയാണ് വരുന്നത്. അതൊരു വലിയ കാര്യമാണ്. ദൂരെ നിന്നൊക്കെ വരുന്നവർക്ക് അതൊരു ഉപകാരമായിരിക്കും. അങ്ങനെ ഞങ്ങൾ മുത്തപ്പനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ അടുത്തത് പെരളശ്ശേരിക്കാണ് പോകുന്നത്. പിന്നെ ആരോഹിക്ക് ഒരു ചെണ്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ചെണ്ടയുമായിട്ട് ചെണ്ടക്കാരൻ നടന്നു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആരോഹിക്ക് എന്തൊരു ടോയ് വാങ്ങിയാലോ അത് ആദ്യം ഉപയോഗിക്കുന്ന അവൾ അച്ഛൻ തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ചിരിച്ചൊരു വഴിക്കായിട്ടോ ഈ മനുഷ്യനെ കൊണ്ട് തോറ്റു.